പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ
ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല. അങ്ങയുടെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ, ആനന്ദ കണ്ണീരോടെ ഞങ്ങൾ കാണുന്ന ഈശോയെ, ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം. അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം. അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് അടയാളം നൽകണമേ. ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും, സമാധാനം ഇല്ലാത്തവർ, ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ, അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണമേ. കർത്താവ്, ജഡ്ജ്മെൻറ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്നവർ ആ ജഡ്ജ്മെൻറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ, ഈ ഭാരച്ചീട്ടുകളിലെല്ലാം നിൻ്റെ പ്രസാദം തളിക്കണമേ. ധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിനിടയ്ക്ക് വരിക. ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ നളിച്ചതവനെ, ഇതെല്ലാം ആശ്വാസമായി മാറണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന നല്ല ചെയ്ത അമ്മ, ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ, നിങ്ങൾക്ക് വേണ്ടി നിമിഷം മാധ്യസ്ഥം വഹിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൻ്റെ രേഖകളെ, ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിടുതൽ നൽകുന്നു. Lord, in peace, spirit of power and grace. നമ്മളുടെ ഒപ്പം ഈശോ വരുന്നതിന് ഒരു തടസ്സവുമില്ല. എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഒരു അനുതാപത്തിൻ്റെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ കാണുകയും കർത്താവ് വീട്ടിലോട്ട് വരാനുള്ള ഒരു വഴി ഒരുക്കൽ. ഇപ്പം യോഹന്നാൻ പറഞ്ഞല്ലേ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്ന ആളാണ് ഞാനെന്ന്. യുക്ക 3:4-5 വാക്യങ്ങൾ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, അവന്റെ പാത നേരെയാക്കി. താഴ്വരകൾ നികത്തപ്പെടും, താഴ്വര നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുവരുത്തവ മൃദുവാക്കപ്പെടും. ഈ സാധനം എല്ലാം ശതാധിപന്റെ കൺട്രീഷനിലുണ്ട്. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ശതാധിപൻ എത്ര സ്റ്റൈലിഷായിട്ടാണ് ഈ യോഹന്നാൻ മാന്താനയുടെ സുവിശേഷം അനുസരിച്ചുകൊണ്ട് താഴ്വരകൾ നിരപ്പാകണത്, കുന്നും മലയിൽ നിരപ്പാകണത്. പുള്ളിയുടെ അധികാരത്തെക്കുറിച്ച് പുള്ളി അതൊരു കുന്നുപോലെ നിൽക്കുക. ആ ഞാനും അധികാരത്തിന് കീഴിലാണെന്ന് പുള്ളി പറയുന്നു. എൻ്റെ കീഴിലും ഭടന്മാരുണ്ടെന്ന് പറയും. ഈ അധികാരത്തിൻ്റെ ഔന്നത്യത്തെ ഈശോയുടെ മുമ്പിൽ അടിയറ വെക്കുന്നുണ്ട്. പക്ഷെ ലോകത്തിന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും തരത്തിലുള്ള അറിവോ ജനസ്വാധീനമോ ഉണ്ടെങ്കിൽ വീണ്ടും ജനസ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിശ്വാസം തള്ളിപ്പറയുന്ന ഭീരുക്കളുടെ ഒരു കേരളമാണ് ഇന്ന് ഞാൻ കാണുന്നത്. എന്തെങ്കിലും പകുഴുതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ 10 മനുഷ്യരെ കൂടി ഫാൻസാക്കാൻ വേണ്ടി വിശ്വാസത്തെ തള്ളിപ്പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീരുത്വമാണ്. കാര്യം, വിശ്വാസത്തെ ഏറ്റുപറഞ്ഞവരെല്ലാം ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലികളാണ്. അതുകൊണ്ടാണ് ഈ അവിശ്വാസിയെ ഒരുമിച്ച് അവിശ്വാസികൾ ഭീരുക്കൾ എന്നൊക്കെ പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുന്നത്. അവിശ്വാസിയെ ദൈവം ഭീരുവായിട്ടാണ് കാണുന്നത്. വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, നോക്കിയേ, ഭീരുക്കൾ കഴിഞ്ഞിട്ട് പിന്നെ വരണ ആരാണ്? അവിശ്വാസികളാണ്. അപ്പൊ വിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ ഭീരുക്കളല്ല. ലോകങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യശാലികൾ ആരായിരുന്നു? വിശ്വാസികളെ.
അപ്പോഴേ ഈ വിശ്വാസത്തെ ഏറ്റുപറയാൻ മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും? ഇപ്പം ചില ആൾക്കാർ തന്നെയാണല്ല ഷെയർ ചെയ്യത്തില്ല. അവർ പറഞ്ഞ സാക്ഷ്യമാണെങ്കിൽ പോലും അവർ ഷെയർ ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്? എൻ്റെ കൂട്ടിലുള്ള ഗ്രൂപ്പിലുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും? ഞാനൊരു ആത്മീയ ജീവിയാണെന്ന് ധരിച്ചാൽ എന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമോ, എനിക്ക് രണ്ടാം പൗരത്വമാക്കി കളയാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പൗരത്വത്തിന് വേണ്ടി ദൈവത്തെയും വിശ്വാസത്തെ നിഷേധിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് ഫീരുക്കൾ. ഫീരുക്കൾ ഒരിക്കലും ഉടമ്പടി എടുക്കരുത്. ഈ ഫീരുക്കളെ ധൈര്യശാലികളാക്കുന്നതാണ് ഇപ്പോൾ അശ്വതി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ ഭയങ്കര വൈറലായി. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് കൃപാസനം പത്രം പ്രൊട്ടസ്റ്റന്റ് സഭയിലുള്ള ആൾക്കാർക്ക് അവിടെ പോയിരുന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. അവരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ച് പരിശുദ്ധ കൃപാസന അമ്മയെക്കുറിച്ച് അവർ ധൈര്യത്തോടെ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ കേൾപ്പിച്ച് വന്നപ്പോൾ അവരിൽ വിശ്വാസമുണ്ടായി. അശ്വതിക്ക് വീണ്ടും വിസ അവിടെ കിട്ടാൻ സാധ്യതയില്ലായിരുന്നു, പുതുക്കാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ വീണ്ടും പുതുക്കി കിട്ടിയപ്പോൾ അവർ തന്നെ പറഞ്ഞു, അശ്വതി ഇത് നിൻ്റെ മമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന്, നീ വിശ്വസിക്കുന്ന കൃപാസന മമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് അവർ പറഞ്ഞു. അതെന്താ കാര്യം? അത് അവർ ഈ അശ്വതി എടുത്ത ധൈര്യമാണ്. ധൈര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ധൈര്യം ഈ ഉടമ്പടി ജീവിതത്തിൽ കുറേ ധൈര്യത്തിൻ്റെ എക്സസൈസുകളുണ്ട്. വെളിപാട് 21:8 ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, പിന്നെ അടുത്ത ആൾക്കാർ ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. നിത്യമരണത്തിന് അസഹ്യം ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒന്നാമത്തെ സ്വഭാവമാണ് ഭീരുത്വം. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ ഭീരുത്വം വെടിഞ്ഞ് ദൈവകൃപയിൽ നിലനിൽക്കാൻ ഒരു ആത്മീയ മുന്നേറ്റം നടത്തിയ അതിന് വേണ്ടി മാത്രം കൃപാസനത്തിൻ്റെ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എൻ്റെ പേര് മെർലിൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഞങ്ങളുടെ മകൻ്റെ പേര് ജെർമിയ പോൾ തോമസ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ്. ഞങ്ങളിപ്പോൾ UK-യിലാണുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 24, 2022 വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര ഓണസ്റ്റായിട്ട് പറയുകയാണ്. അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക, പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക, പറ്റുന്ന പോലെ കുമ്പസരിക്കുക. ഇത് മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ. 2 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഞങ്ങൾ UK-യിലോട്ട് പോയി. ഞങ്ങൾക്ക് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻ്റാണ്. ബിഗ് 4-ൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന 1 മന്തിൽ തന്നെ എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല. പിന്നീട് ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ എക്സ്പെക്റ്റിംഗ് ആണെന്ന് അറിഞ്ഞു. എൻ്റെ ജോലി മാറി, പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി. പ്രാർത്ഥിച്ചിട്ടൊക്കെ തീരുമാനം എടുത്ത് സ്ഥലമൊക്കെ മാറിയത്. പക്ഷേ ഇരുന്നാലും എക്സ്പെക്റ്റിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി. എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി. 2-3 മാസം അടുപ്പിച്ച്. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക്
എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലി ആണ്, എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന്. അങ്ങനെ ഞങ്ങളൊരു 2-3 ഞാനാണെങ്കിൽ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രൊബേഷനിലായിരുന്നു. എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു, ഓക്കെ നാട്ടിലോട്ട് വാ, ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി, നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം, അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വന്നു 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ്, ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഫീൽഡിലൊരു ജോലി, അത് UK പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം, അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് കിട്ടിയില്ല, അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോനായി, പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ശരിയാവുന്നില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണ്ടേന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത്, ഉടമ്പടി പുതുക്ക്, എല്ലാം നിങ്ങളൊന്ന് അവിടെ ചെല്ല്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകും എന്നുള്ളത്. മോന് 1 മാസം ഉണ്ടായപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കി. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ എഴുതി ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി, പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ബെറ്ററായി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാൻ തുടങ്ങി. ഓക്കെ, കുർബാന കറക്റ്റായിട്ട് പോകണം, കുമ്പസാരിക്കണം, നന്നായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഞങ്ങൾ 2 പേരും തീരുമാനിക്കും, കുമ്പസാരിച്ചിട്ട് മതി, ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുമാത്രമല്ല, അങ്ങനെ ഞങ്ങൾ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും, ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം, ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒത്തിരി സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ്. ഓൾസോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു. ഞങ്ങൾ മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ്, ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തിയത്, ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സാലറി, ഞങ്ങൾ വേറെ എവിടെ നിന്നല്ല, ഞങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു 10 പേരെ കൂടാനുള്ള സഹായം, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഓൾസോ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി, നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ജീവിത രീതിയാണെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു. അത് ആമസോണിൽ ഏരിയ മാനേജറായിട്ടാണ്. ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും. ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത്. അങ്ങനെ ഒത്തിരി
അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ. പക്ഷെ ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ, ഈശോയെ, അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇത് തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ. കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ്, ഇത് വേണ്ടതാണെങ്കിൽ, കാര്യമൊക്കെ ശരി, ഇതൊക്കെ നല്ലതാണ്, കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ്, പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു 3 hours ഇൻ്റർവ്യൂ ആയിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അന്നാണെങ്കിലും ഇൻ്റർവ്യൂവിന് മുന്നേ ആണെങ്കിലും ഉടമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള മെയിൽ ഞങ്ങൾക്ക് വന്നു. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറെ ഇതാണ്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഓർത്തേ, നമ്മളിത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വെച്ച ആ കാര്യങ്ങൾ എന്ന്. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക് പോകണം, നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സെല്ലാം. യെശയ്യാ 65:17-18 തിരുവചനങ്ങൾ. ഇതാ, ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവിൻ. മെർലിൻ തോമസ് ദമ്പതികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ 2 തലങ്ങൾ അമ്മ മാതാവിൻ്റെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് ഉടമ്പടി എടുത്തു, ഉടമ്പടി ജീവിതമെന്തെന്ന് മനസ്സിലായില്ല. രണ്ടാമത്തത് ഉടമ്പടി പുതുക്കി, ഉടമ്പടി തന്നെ ജീവിതമായി മുന്നോട്ട് നയിച്ചത്, അതിൻ്റെ എഫക്ട്സ് എന്തെന്ന് മനസ്സിലാക്കിയതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. ഉടമ്പടി ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും നമുക്ക് കൈമാറുകയാണ്. നമ്മുടെ പ്രയോറിറ്റീസ് ഗൗരവമുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇടപെടലുകൾക്ക് കാര്യമായ രീതിയിൽ വ്യത്യാസമുണ്ടാവും. മനുഷ്യരോടും ദൈവത്തോടുമുള്ള ബന്ധത്തിൽ നമുക്കെപ്പോഴും കാര്യമായ സാരമായ വ്യത്യാസം കാണാൻ സാധിക്കും. നമ്മൾ ലോകത്തിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി, ലോകത്തിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി വല്ലാതെ ആകുലപ്പെടുന്ന, പരക്കം പായുന്ന മനുഷ്യരായി ഉടമ്പടിക്ക് ശേഷം നമ്മൾ നടക്കുന്നവരാവില്ല. മറിച്ച് വചനം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അവൻ ബാക്കിയെല്ലാം ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് തരുമെന്ന പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് തന്നെ ആത്മധൈര്യം നൽകുന്ന ജീവിത പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി എന്നത്. ഈ കുടുംബം 2 അവസ്ഥകളെയും നമ്മളോട് സൂചിപ്പിച്ചു. മകൾ ആവർത്തിച്ച് പറഞ്ഞു, ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ഞങ്ങൾ ആദ്യം അത് പാലിക്കുകയോ ജീവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഉടമ്പടി നാട്ടിലും അവിടെ പ്രതിസന്ധികളായി, നാട്ടിൽ തിരികെ പോരേണ്ടി വന്നു, ആരോഗ്യ പ്രശ്നങ്ങളായി, നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി. വീട്ടുകാർ തന്നെയാണ് പറയുന്നത്, എന്തായാലും ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയില്ലേ, പഠിച്ചതിനൊത്ത് ഉയരാൻ പറ്റിയില്ല, ജോലിയിൽ മെച്ചപ്പെട്ടു പോകാൻ പറ്റിയില്ല, ശാരീരികമായ 2 പേരും രോഗാവസ്ഥയിലായി. അതുകൊണ്ട് നമുക്കിനി പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് നവീകരിക്കാമെന്ന. അങ്ങനെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അത് ദൈവസന്നിധിയിലുള്ള ഒരു മാറ്റമാണ്. വിശുദ്ധ കുർബാനയോട് ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി എന്തുമാത്രം മാറിയെന്ന് പറയുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു പാപം പോലും ഉള്ളിൽ തോന്നിയാൽ ഏറ്റവും അടുത്ത നിമിഷത്തിൽ കുമ്പസാരിക്കണമെന്ന രീതിയിൽ ആ ആത്മാവിൻ്റെ സെൻസിറ്റിവിറ്റി, പ്രതികരണശേഷി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളവും. ചിലർ 6 വർഷം, 10 വർഷം, 20 വർഷമായി കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആത്മാവ് ചത്തിട്ട് ആണ്ട് പലത് കഴിഞ്ഞുവെന്ന അർത്ഥമാണത്. ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ പ്രവർത്തനമൊന്നുമില്ല. ഒരു ശരീര മനുഷ്യൻ ഇങ്ങനെ മരിക്കും വരെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഓരോ കാര്യത്തിനും വ്യക്തതയുണ്ടാവും.
മകൾ പറഞ്ഞു, ഞാൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന നാളുകളിൽ വളരെ ദാരിദ്ര്യവും ക്ലേശവുമുള്ളൊരു ഭവനത്തിൽ എന്നെപ്പോലെ മറ്റൊരു മകള് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ചലനമാണ് ആ കുടുംബത്തിന് ഇല്ലായ്മകളിൽ ഞങ്ങൾക്കൊരു കൂട്ടാവണം. താൻ അല്പം കൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് നിരാശയോടെ, സങ്കടത്തോടെ, ക്ലേശത്തിലാവരുത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത്. അതാണ് അവർ പറയുവാൻ ആഗ്രഹിച്ച് പറയുന്നതല്ല. കാരണം കാരുണ്യ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് നാം പറയുന്നത് കൊണ്ടാണ് അത് വെളിപ്പെടുത്തി പറയുന്നത്. ഒരു കുഞ്ഞ് പിറവി കൊള്ളുവാനുള്ള മുഴുവൻ കാര്യങ്ങളും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്യുവാൻ സാധിച്ചു വന്ന മറ്റോരോ കാര്യങ്ങളും. ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും, ഉടമ്പടിയിൽ നിങ്ങൾ നിയോഗങ്ങൾ എഴുതി വെച്ചാൽ വൃത്തിയായിട്ട് ജീവിച്ചാൽ മതി, നിയോഗത്തിൻ്റെ പുറകെ പ്രാർത്ഥിച്ച് നടക്കരുതെന്ന്. മകൾ ആ സാക്ഷ്യം പറഞ്ഞു നിർത്തുമ്പോൾ നമ്മൾ അതാണ് ശ്രദ്ധിച്ചത്. ഉടമ്പടി പുതുക്കിയപ്പോൾ നിയോഗങ്ങൾ പലതും എഴുതി വെച്ചു. പിന്നീട് നിയോഗങ്ങളല്ല, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, ആത്മീയ ജീവിതം ബലപ്പെട്ടത്, ബന്ധങ്ങളിൽ കുറേ കൂടി മേന്മ വന്നത്, മറ്റുള്ളവരോട് കാരുണ്യത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്നത്, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നുണ്ട്, എന്താണോ അമ്മയുടെ അരികിൽ നിയോഗം എഴുതി വെച്ചത് അത് ഓരോന്നോരോന്നായി അമ്മ അനുവദിച്ച് ഈശോയിൽ നിന്ന് നേടിത്തരികയും ചെയ്തുകൊണ്ടിരുന്നുവെന്ന്. 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള ക്ലേശകരമായ ഇൻ്റർവ്യൂ പോലും നിസ്സാരമായി വിജയിച്ചെടുക്കുവാൻ അമ്മ സഹായിച്ചതിനെയും കുടുംബം സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ജീവിതത്തോട് കൂട്ടിച്ചേർക്കപ്പെടും. ഉടമ്പടി പുതിയ ആകാശത്തിൻ്റെയും പുതിയ സൃഷ്ടിയുടെയും പുതിയ ഭൂമിയുടെയും ജീവിതമാണ്. പഴയത് മാറിപ്പോകണം. കലഹത്തിൻ്റെ ജീവിതം, സ്വാർത്ഥതയുടെ ജീവിതം, അഹന്തയുടെ ജീവിതം, ആസക്തിയുടെ ജീവിതം, പാപത്തഴക്ക ദോഷങ്ങളിലുള്ള ജീവിതം, അത് മാറിക്കൊണ്ട് ദൈവാത്മാവിന് ഇടം കൊടുക്കുമ്പോൾ ജീവിതം സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഓരോ ദിവസവും തൃപ്തിയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ നയിക്കുന്നത് അനുഭവിക്കുവാനാവും. അതൊരു വേറിട്ട വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥയാണ്. ആ ഉടമ്പടിയുടെ നല്ല ജീവിതം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഓരോ ദിവസവും നമുക്ക് ഉണർന്നെഴുന്നേൽക്കാം. ഉടമ്പടി നമുക്ക് ഔഷധവും അഭിഷേകവും ദൈവാനുഗ്രഹത്തിൻ്റെ എന്നു കൃപയുമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ കാഴ്ചപ്പാടുകൾക്ക്, ബോധ്യങ്ങൾക്ക്, ജീവിത നവീകരണത്തിന്, അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. ഇരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ മേരി, SMA കോൺഗ്രിഗേഷൻ, ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2024 ജൂലൈ 18-ാം തീയതിയാണ്. അന്ന് ഇവിടെ ഉടമ്പടി പത്രത്തിൽ വെച്ച എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും പരിശുദ്ധ അമ്മ അത് നടത്തി തരികയുണ്ടായി. അതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചെയ്തു കൊടുത്ത രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ കാലിൽ വേരിക്കോസ്, അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നടക്കുവാനോ നിൽക്കുവാനോ അധികം നേരം നിന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനോ ഒന്നും പറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു. ഉടമ്പടി എടുത്തതിലിരുന്ന് എന്നും എൻ്റെ മനസ്സിലൊരു പ്രചോദനം നൽകും. അമ്മയുടെ തൈലവും ഉപ്പും എടുത്ത് കാലിൽ പുരട്ടി പ്രാർത്ഥിക്കുന്നു. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആ വേരിക്കോസ് പരിപൂർണമായിട്ട് സൗഖ്യം നൽകി. ഇപ്പോൾ എത്ര മണിക്കൂർ വേണേലും നടക്കാം, നിൽക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. യാതൊരു തടസ്സങ്ങളുമില്ലാതെ പരിശുദ്ധ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഏകദേശം 35 കാലത്തോളം തലവേദന അനുഭവിച്ചിരുന്ന ഞാൻ, എൻ്റെ മൂക്കിൽ കൂടി ഒരു ദ്രാവകം വരും, അതിന് ഭയങ്കര സ്മെല്ലാണ്. അത് വന്നു കഴിയുമ്പോഴത്തേന് യൂസ് ചെയ്യുന്ന കർച്ചീഫ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സിലൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ ക്ലാസ് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. അപ്പം ഒരു ദിവസം ഭയങ്കര തലവേദന എടുത്ത് പരിശുദ്ധമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എങ്ങനെയോ ഉറങ്ങിപ്പോയപ്പം മാതാവ് കറക്റ്റാണ് എൻ്റെ അടുക്ക് വന്നേ. മാതാവ് ഈ രൂപത്തിലാണ് വന്നത്. ഒരു പച്ച കളറ് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും ഉണ്ട്.
അമ്മ ഇങ്ങനെ കരനീട്ടി, ലൈറ്റാണ്, ഭയങ്കര പ്രകാശമാണ്. ആ പ്രകാശം എൻ്റെ തലയും മൂക്കും കണ്ണും എല്ലാം തുടച്ചപ്പോഴത്തേന് ഞാൻ ചാടി എഴുന്നേക്കണം. അയ്യോ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞ്. അപ്പം നോക്കുമ്പോൾ ഉണ്ണീശോയും ഉണ്ട്. കളറ് പച്ച കളറിലായിരിക്കണം. പെട്ടെന്ന് 3 സെക്കൻഡ് തന്നെ ഉടനെ എന്നത് എൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെച്ചേ. അപ്പം ഞാൻ തീരുമാനം എടുത്ത് ഇത് ഞാൻ തീർച്ചയായിട്ടും ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഈ രോഗത്തിൽ നിന്ന് എന്നെ പരിപൂർണമായിട്ട് സൗഖ്യപ്പെടുത്തി നല്ല സൗഖ്യത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നിൽക്കാനുള്ള കൃപ എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ഒപ്പം എനിക്ക് സ്വപ്ന ദർശനം, ഇങ്ങനെ ഞാനിവിടെ ഈ കൃപാസനത്തിന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. വലിയൊരു ലാഡർ ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വന്നിറങ്ങുക. അതിൻ്റെ മുകളിലിരുന്ന് ധാരാളം മാലാഖമാർ താഴെ നിന്നും കയറിപ്പോകുന്നു. അതിന് പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ ഈ 5 മണിയുടെ പ്രാർത്ഥന, അതുപോലെ ഡെയിലി ബ്രെഡ് ധ്യാനം, അച്ഛൻ കൊടുക്കുന്ന ധ്യാനം, ഇതെല്ലാം പങ്കെടുക്കുകയും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുറഞ്ഞത് ഞാൻ 12 ജപമാല വൈദികർക്കും സന്യസ്തർക്കും മാതാവ് ഓരോ ദിവസം പറയും, ഇന്ന ദിവസം നീ ഇന്ന കാര്യങ്ങൾക്കാകെ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കും, എന്നോട് പറയും, മേരി ഇന്ന് ഇന്ന പ്രാർത്ഥനയ്ക്കാണ് ചെയ്യേണ്ടത് എന്നോട് പറയും. അതുപോലെ ആ പ്രാർത്ഥനകളെല്ലാം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. രാവിലെ 8:30 നൈറ്റ് 8 മണി വരെ ദിവ്യ നറുക്കരണ ആരാധന നടത്താനും ദൈവം എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഞാൻ ഈ കൃപാസന പത്രത്തിൻ്റെ പേപ്പർ, അത് വളരെയേറെ അത്ഭുതം നിറഞ്ഞ പേപ്പറാണ്, സൗഖ്യമുള്ള പേപ്പറാണ്. അത് ഞാനിങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് എല്ലാ മക്കൾക്കും, ഞാൻ പോണത് ക്യാൻസർ പേഷ്യൻറ്റ് രോഗികളായിട്ട് വീട് തളർവാദം പിടിച്ച് കിടക്കണം, അങ്ങനെ നടക്കാൻ പറ്റില്ലാത്തവരുടെ അടുത്ത് ഹോസ്പിറ്റലുകളിൽ പോയി പ്രാർത്ഥിക്കും. തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേന് അവർക്ക് അതിനുള്ള സൗഖ്യവും സമാധാനം കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയേറെ പേര് അവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വന്ന് ഉടമ്പടി എടുക്കാനും പരിശുദ്ധ അമ്മ കൃപ ചെയ്തിട്ടുണ്ട്. അമ്മയെ നേരിട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞ് ഒരേ ഒരു ആൾക്ക് മാത്രം കാണാൻ പറ്റിയില്ല. കാരണം എന്നാ പരിശുദ്ധ അമ്മയുടെ തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൾ ശക്തി പ്രാപിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്ത്. അവളെ കൂട്ടിക്കൊണ്ട് പോകരുതെന്ന് അമ്മ മാതാവ് എന്നോട് പറഞ്ഞ്. അത് കഴിഞ്ഞ് വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുക്കി ചെന്ന് ഈ കുർബാന കൊടുത്തിട്ടേ ഇരുന്നപ്പോഴത്തേന് പരിശുദ്ധ അമ്മ ആ മകളെ സുഖപ്പെടുത്തുന്നതിന് പകരമായിട്ട് അമ്മ കൊടുത്തൊരു സന്ദേശം എന്നാ, ആ മകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആ മേരി, നീ ആ മകളെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ പോകരുത്. അത് പറഞ്ഞ് 3-ാം ദിവസം ആ മകൾ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു. ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പരിശുദ്ധമായ പേപ്പറിലൂടെയും ഈ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുന്നതിലൂടെയും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്. ഓരോ ആദ്യ വെള്ളിയാഴ്ചകളിൽ രോഗികളെ സന്ദർശിച്ച് പരിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ അത് ഈശോ തന്നെ കൊടുക്കുന്ന ഒരനുഭവം, പരിശുദ്ധ അമ്മ കൂടെ നിൽക്കുന്ന കാഴ്ച കാണാനും പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ച വലിയ കൃപയ്ക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇന്നും എന്നെ പൂർണ്ണമായി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുക. മാതാവ് പറഞ്ഞു, മോളെ നീ എൻ്റേതാണ്, നീ എൻ്റെ പൂർണ്ണമായി എൻ്റേതാണ്. അതുകൊണ്ട് ഐ ആം വെരി ഹാപ്പി ടു ഓഫർ സറണ്ടർ മൈസെൽഫ് ഫുള്ളി ഇൻ ഫ്രണ്ട് ഓഫ് Blessed Mother Mary and Jesus. Thank you so much. Thank you, Mother Mary. സങ്കീർത്തനങ്ങൾ 37:5 നിൻ്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. സിസ്റ്റർ മേരി വളരെ ഹൃദയസ്പർശിയായി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി. 2 ഗൗരവമുള്ള എന്നാൽ മുഴുവൻ കാലവും ക്ലേശഭരിതമാക്കുന്ന രോഗങ്ങളിൽ നിന്ന് സിസ്റ്ററിന് ലഭിച്ച സൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഒന്ന് വെരിക്കോസിൻ്റെ രോഗാവസ്ഥയായിരുന്നു. അത് ലഭിച്ച സൗഖ്യം എങ്ങനെയെന്ന് ഉടമ്പടി തൈലം പൂശി വിശ്വാസത്തോടെ പൂർണ്ണമായി സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും നടക്കുവാനും നിൽക്കുവാനുമൊക്കെ പ്രയാസമായിരുന്ന, ക്ലാസ്സുകളെടുക്കുവാൻ പ്രയാസമായിരുന്ന സിസ്റ്ററിന് ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ മറ്റൊരു മരുന്നോ ലേപനമോ ഉപയോഗിക്കാതെ പൂർണ്ണ സൗഖ്യം അതിലൂടെ ലഭിച്ചതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് സഹോദരി പറഞ്ഞു, 35 വർഷമായിട്ടുള്ള തലവേദന, മൂക്കിൽ നിന്നുള്ള ദ്രാവകമൊഴിവ്, അതിനുണ്ടാവുന്ന വലിയ മോശമായ ദുർഗന്ധം, ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ,
അങ്ങനെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, ആ കുട്ടികളുടെ മുമ്പിലൊക്കെ പലപ്പോഴും ഏറെ ക്ലേശം അനുഭവിച്ച് പോയിരുന്ന ഒരു സവിശേഷമായ രോഗക്ലേശത്തെ സിസ്റ്റർ നമ്മളോട് സൂചിപ്പിച്ചു. അതും അമ്മ മാതാവ് തന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തിയത് സിസ്റ്റർ ഏറ്റു പറയുകയാണ്. രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഭയങ്കരമായ തലവേദന വന്ന് ഒന്നും ചെയ്യാനാവാതെ തളർച്ചയിലേക്ക് പോകുമ്പോൾ അമ്മ മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും രൂപം പ്രത്യക്ഷപ്പെടുന്നതും പച്ച നിറത്തിലുള്ള രൂപം, അത് ആ ഫോണിൽ ആ നല്ല ഇരുട്ടത്ത് ആ രൂപം മുഖങ്ങൾ മാത്രം നിൽക്കുന്നത് നമുക്ക് കാണാനാവും. രൂപം പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ സിസ്റ്ററിനെ സ്പർശിക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും പിന്നീട് ഇന്ന് വരെയും 35 വർഷം കൂടെയുള്ള ഒരു രോഗാവസ്ഥ പിന്നീട് ഇന്ന് വരെയും ഒരിക്കൽ പോലും വരാതെ പൂർണ്ണമായ ആരോഗ്യം നൽകി സിസ്റ്ററെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം അത്ഭുതകരമായ വിസ്മരണീയമായ പ്രവൃത്തികളിലേക്കാണ് നമ്മളെ എപ്പോഴും നയിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണോ അത്ര വലുതായിരിക്കും ദൈവികമായ ഇടപെടലുകളും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നാം നയിക്കുന്ന ഉടമ്പടി ജീവിതം എത്ര കണ്ട് വിശ്വസ്തതയിൽ ആഴപ്പെട്ടതാണോ അത്ര കണ്ട് സ്നേഹമേറിയതായിരിക്കും അമ്മ മാതാവിൻ്റെ കമ്മ്യൂണിക്കേഷനും പ്രസൻസും. അമ്മ മാതാവ് സംസാരിക്കുന്നതും സാന്നിധ്യം നൽകി സഹായിക്കുന്നതും. കാരണം ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയും. നമ്മൾ ദൈവത്തോട് നടത്തുന്ന ഈ പൂർണ്ണമായ ഒരു ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തത ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ എന്താണോ നമ്മുടെ ജീവിതത്തിന് ഗുണകരമായിട്ടുള്ളതെല്ലാം അനുവദിച്ച് നൽകിക്കൊണ്ട് സുരക്ഷിതരായി മുന്നോട്ട് പോകുവാൻ സഹായിക്കും. അതുകൊണ്ട് നാം എത്ര വർഷം ഇവിടെ ജീവിച്ചു എന്നതിലല്ല, നാം എത്ര മണിക്കൂറുകൾ, എത്ര നിമിഷങ്ങൾ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഈ ജീവിതം നയിക്കുന്നു എന്നതിലാണ് പ്രാധാന്യമുള്ളത്. നമുക്ക് നാളിതുവരെയും ജീവിച്ച മത്സരത്തിൻ്റെ, കലഹത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വെട്ടിപ്പിടിക്കലിൻ്റെ, ആസക്തിയുടെ, ദ്രവ്യാഗ്രഹത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മ ചൈതന്യമുള്ള ദൈവം ആഗ്രഹിക്കുന്ന കരുണയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, വിട്ടുകൊടുക്കലിൻ്റെ, എളിമപ്പെടുത്തലിൻ്റെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഉടമ്പടി ജീവിതത്തിലൂടെ ദൈവം ഒരു ആത്മാവിനെ നേടുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മളിൽ നിന്നും ദൈവത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൊടുക്കുവാനും, നമ്മൾ ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗദുരിതങ്ങളാവട്ടെ, കഷ്ടനഷ്ടങ്ങളാവട്ടെ, ഒറ്റപ്പെടലുകളാവട്ടെ, അവയ്ക്ക് പരിഹാരവും ജീവിതത്തിന് മേൽഗതിയും നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ എന്നും പങ്കുവയ്ക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു സാക്ഷ്യമാണ് സിസ്റ്റർ രോഗസൗഖ്യത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചതും. സിസ്റ്ററിന് ലഭിച്ച ഉടമ്പടി ബോധ്യങ്ങൾക്ക്, രോഗസൗഖ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.